നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. ഇന്നത്തെ വീഡിയോ അതായത് റബ്ബർ വിലയും സ്വർണ്ണ വിലയും 20/2/2026 വെള്ളിയാഴ്ച വൈകിട്ട് സ്വർണ്ണം നോക്കുമ്പോൾ സ്വർണ്ണം 1 ഗ്രാമിൻ്റെ മുകളിൽ 30 രൂപ, 1 പവൻ്റെ മുകളിൽ 240 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. അതേസമയം റബ്ബർ വില വീണ്ടും കുതിച്ചു. റബ്ബർ വില കോട്ടയം 215 രൂപ 50 പൈസ, RSS 4 കിലോ 210 രൂപ 50 പൈസ, ISNR 20 193, ലാറ്റക്സ് 60% DRC 146 രൂപ 90 പൈസ. ഇതാണ് കോട്ടയം വൈകിട്ടത്തെ വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 215 രൂപ 50 പൈസ, RSS 5 കിലോ 210 രൂപ 50 പൈസ. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിന് ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ നോക്കുമ്പോൾ 144, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 108. ഇനി അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 204, RSS 5 കിലോ 201. വിദേശ നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 216 രൂപ 95 പൈസ, RSS 5 കിലോ 216 രൂപ 51 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. അതേസമയം സ്വർണ്ണ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,315, 1 പവൻ 1,14,520 ആണ്. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,617, 1 പവൻ 1,24,936 ആണ്. അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,713, 1 പവൻ 93,714 ആണ്. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാവുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതിന് സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാരും കോളടിച്ച് ആശ്വാസമായി DA 10% കുടിശ്ശിക അനുവദിച്ച് ഉത്തരവിറങ്ങി. മാർച്ചിലെ ശമ്പളത്തോടൊപ്പം ഇത് ലഭിക്കും. പുതിയ ഉത്തരവ് പ്രകാരം സർക്കാർ ജീവനക്കാർക്ക് 32% നിരക്കിൽ DA ലഭിക്കും. കഴിഞ്ഞ ആഴ്ച അനുവദിച്ച 3% പിന്നാലെയാണ് ഇപ്പോൾ 10% കുടിശ്ശിക കൂടി അനുവദിച്ചിരിക്കുന്നത്. ഇതിലൂടെ സർക്കാർ ബജറ്റിൽ വാഗ്ദാനം ചെയ്ത 10% DA കുടിശ്ശികയും അനുവദിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വളരെ ഭാഗ്യവാന്മാർ. അവർക്ക് ജോലി ചെയ്താൽ മാസം തോറും ശമ്പളം ബാങ്ക് അക്കൗണ്ടിൽ എത്തും. അതേസമയം കച്ചവടക്കാർക്ക് അങ്ങനെയല്ലല്ലോ. കച്ചവടം നടന്നെങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റെ ലാഭം കിട്ടത്തുള്ളൂ. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കെട്ടുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കോ, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.